മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മനുഷ്യന്റെ മോഹങ്ങൾ, അതിമോഹങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ വിവരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷങ്ങളിൽ ഒന്നാണ് ഈ ആഗ്രഹം അഥവാ മോഹം. നമ്മുടെ മനസ്സിന് എപ്പോഴും മോഹങ്ങൾ അത്യാവശ്യമാണ്. ഒരാഗ്രഹമില്ലാതെ, ഒരു മോഹമില്ലാതെ, ആഗ്രഹത്തിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് മോഹങ്ങൾ. ആഗ്രഹം നമ്മൾ മുമ്പ് പറഞ്ഞു, ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ അവസ്ഥ മാറി മാറി അത് പല പല അവസ്ഥയിലോട്ട് പോയി മോഹവും അതീവ മോഹവും തൃഷ്ണയുമൊക്കെയായി നമ്മളെ ശരിക്കും വഴിതെറ്റിക്കുന്നു. നമ്മുടെ മനസ്സിനാണെങ്കിൽ, മനസ്സാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനം, ചിന്തകൾ. ആ മനസ്സിനെപ്പോഴും മോഹങ്ങൾ ആവശ്യമാണ്. നമുക്കൊരിക്കലും ആഗ്രഹമില്ലാതെ, മോഹമില്ലാതെ, ആഗ്രഹം പോട്ടെ, മോഹങ്ങളില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിന് നിലനിൽക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രത്യേക പ്രവൃത്തികളിൽ ഏർപ്പെടണം. പണം, അധികാരം, പ്രശസ്തി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോബികളിൽ ഏർപ്പെടുന്നു. ഹോബി എന്ന വാക്ക് സാധാരണഗതിയിൽ അത് പ്രയാസമുള്ളതല്ല, അത് ഗുണകരമാണ്. നമ്മുടെ സമയം പോകാൻ, നമുക്ക് മുഷിവൊഴിവാക്കാൻ, നമുക്ക് പൊതുവെ ഒരു സന്തോഷം ഉണ്ടാവാനായിട്ട് നമ്മൾ ഏർപ്പെടുന്നതാണ് ഹോബികൾ. ധാരാളം തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ ബുദ്ധിപരമായ ഹോബികളുണ്ട്. പക്ഷേ ഒരു ഉപയോഗവുമില്ലാത്ത ഹോബികളും നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് ജീവിതകാലം മുഴുവനും. ഉപയോഗം എന്ന് പറയുന്നത് ഉപയോഗം ഇല്ലായ്മയല്ല, ഹോബി എന്ന അർത്ഥത്തിൽ അത് നമ്മളെ ജീവിതത്തിന് ഒരു മിനിമം സന്തോഷം നൽകുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരിക്കലും എന്തെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതായത് മനസ്സിനെ നിറയ്ക്കാൻ, തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളും മോഹങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഹോബികളും ഉണ്ടാവുന്നത്. ഹോബികൾ മോശപ്പെട്ട കാര്യങ്ങളെന്നല്ല, മോശമായ ആവശ്യമില്ലാത്ത ഹോബികൾ ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഈ സ്റ്റാമ്പ് കളക്ഷൻ പോലുള്ള, പഴയ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഹോബികളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് എന്ത് ഒരു നേട്ടമാണ് ഉണ്ടാക്കുക? നേട്ടമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ആന്തരികമായ, ഒരു ആത്മീയമായ അവസ്ഥയിൽ അതിനെന്ത് ഗുണം വരുന്നു എന്നത് ചിന്തിച്ചാൽ അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. സാധാരണ ജീവിതത്തിൽ ഹോബികൾ നമുക്ക് സമയം കൊല്ലികളാണ്, നമുക്കൊരു എൻഗേജ്മെന്റ് ഉണ്ടാവുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ വലിയ അർത്ഥത്തിലുള്ള കാര്യങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഹോബികളിലെങ്കിലും ഏർപ്പെടും. നാമജപം പലപ്പോഴും നാമജപത്തിനു വേണ്ടി മാത്രമല്ലാതെ ഹോബിയായിട്ട് വരെ ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോഴും നാമജപം നമ്മുടെ ഒരു എൻഗേജ്മെന്റായി മാറുന്നു. നമ്മുടെ മനസ്സിനെപ്പോഴും, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, മോശമെന്ന് പറഞ്ഞതല്ല, മനസ്സെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതെ മനസ്സിന് നിലനിൽക്കാൻ കഴിയില്ല. മനസ്സ് എപ്പോഴും, നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്, ഒരു ആഗ്രഹത്തെ നമ്മൾ എങ്ങനെയെങ്കിലും നിറവേറ്റിയെടുത്താൽ ആ സ്ഥാനത്ത് മനസ്സ് അതിനേക്കാൾ വലിയ ഒരു ആഗ്രഹത്തെ കൊണ്ടുവരും എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നേ ഉള്ളൂ. ഇതൊന്നും വേണ്ടെന്നോ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടതോ എന്നല്ല. പകരം നമ്മുടെ മനസ്സിന് എപ്പോഴും ആഗ്രഹങ്ങളെ കുത്തി നിറയ്ക്കാനുള്ള ഒരു പ്രവണതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും, വ്യത്യസ്തമായ ഒബ്ജക്ട്സ് ആയിരിക്കും, വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും, വസ്തുക്കൾ വ്യത്യസ്തമായിരിക്കും. പക്ഷെ എല്ലാവരിലും മോഹം ഒന്ന് തന്നെയാണ്. ഒരാളിന് പണമാണ്, പണമാർജിക്കലാണ് അവരുടെ ജീവിതത്തിലെ വ്രതം.
ജീവിത ലക്ഷ്യം, നമ്മുടെ മിക്കവരുടെയും ജീവിത ലക്ഷ്യം പണം തന്നെയാണ്. കാരണം സമൂഹത്തിൽ നമുക്ക് എന്ത് നേടണമെങ്കിലും പണം വേണമെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ വളരെ കുഞ്ഞുനാളിലെ ഏറ്റവും അധികം താല്പര്യം കാണിക്കുന്നത് പണത്തിനോടും ധനത്തിനോടും സമ്പത്തിനോടും സ്വർണത്തിനോടും തന്നെയാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് നമ്മളെ പിന്നെ കൊണ്ടുപോകും എന്നേ ഉള്ളൂ. ഒന്നാമത് പൊതുവെ മിക്ക മനുഷ്യർക്കും ആവശ്യത്തിന് പോലും പണം ഉണ്ടാക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ മനസ്സെപ്പോഴും മുഴുകിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു പണമാണ്. അത് വേണ്ടുവോളം കിട്ടുന്നവർക്ക് പണത്തിന് അപ്പുറത്തോട്ട് അടുത്ത കാര്യങ്ങളിലോട്ട് പോകും. നമ്മുടെ മനസ്സിന് ഒരാളിന് പണമാണെങ്കിൽ മറ്റൊരാളിന് പ്രേമം, അത് ചെറുപ്പത്തിലേക്ക് തുടങ്ങുന്ന ഒരവസ്ഥ അതായിരിക്കും. ഇനി ഒരാളിന് ഇതൊന്നും വേണ്ട, രണ്ടും വേണ്ട, അധികാരമാണ് അവരുടെ ലക്ഷ്യം. വേറെ ഒരാളിന് പ്രശസ്തിയായിരിക്കും. ഇനി ഒരാളിന് എപ്പോഴും ഉയർന്ന പദവികളായിരിക്കും, അംഗീകാരമായിരിക്കും, സ്ഥാനമാനങ്ങളായിരിക്കും, ബഹുമതികൾ, പത്മശ്രീ പത്മഭൂഷൺ എന്നും പറഞ്ഞും കൊണ്ട് ബഹുമതികൾ വേണം, സമ്മാനങ്ങൾ വേണം. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറച്ചാൾക്കാർക്ക് ഗുരു ആവണം എന്നാണ്. ഗുരുസ്ഥാനം വരെ മോഹിക്കുന്നു നമ്മൾ. നമ്മുടെ മനസ്സിന് വേറെ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒടുവിൽ ഗുരു ആവാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾക്ക് പരിചയമുള്ള എന്തുണ്ടോ അതെല്ലാം നമുക്കാകണം എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു പ്രത്യേക പ്രായവും കൂടെ കഴിഞ്ഞാൽ, പ്രായവും കഴിയണ്ട, ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുത്ത് നമ്മൾ കുറച്ചു കാലം അടുത്ത് ഇടപഴകിയാൽ പിന്നെ നമ്മുടെ മനസ്സ് പറയുന്നത് എന്തുകൊണ്ട് ആ ഗുരുവിന്റെ സ്ഥാനത്ത് നമുക്ക് ഇരുന്നുകൂടാന്ന. അത്ര വലിയ മോഹങ്ങളും കൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്. അതിന്റെ എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്നോ അതിന്റെ വില എന്തെന്നോ അതൊന്നും നമ്മുടെ മനസ്സിന് അറിയണ്ട. നമുക്കെല്ലാം നമുക്ക് ലഭിക്കണം, നമുക്ക് അറിയുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു. മിക്കതും അനാവശ്യമാണെന്ന് അറിയുക, അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഗുരു തന്നെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിനോട് പറയണം, ഇത്ര വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ട, അതിന്റെ പാടില്ല എന്നെങ്കിലും പറയാൻ നമുക്ക് തോന്നണം. നമുക്ക് പൊതുവെ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ സ്വയമേ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളതിനെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും നമ്മൾ അതിനോട് അച്ചടക്കം പാലിക്കണമെന്ന് പറയേണ്ടതുണ്ടെന്നും നമുക്കറിയില്ല. മനസ്സിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സെന്ന വിഷയം പറയുമ്പോൾ ഇതെല്ലാം വീണ്ടും പറയും. പക്ഷെ ആഗ്രഹങ്ങൾ പറയുമ്പോഴും അത് തന്നെ പറയണം. മനസ്സാണ് നമ്മെ എപ്പോഴും ഈ മോഹങ്ങളുടെ പിന്നാലെ പായിപ്പിക്കുന്നത്. മോഹങ്ങൾ നമ്മെ സ്വയം വിസ്മരിപ്പിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു. നമ്മളെപ്പോഴും മോഹങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. അല്ലെങ്കിൽ മോഹങ്ങളാൽ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നു. ഹിപ്നോട്ടൈസ് എന്ന് പറഞ്ഞാൽ മോഹനിദ്രയിലാക്കുന്നു. നമ്മളെ യഥാർത്ഥ ഉറക്കമല്ല, മോഹനിദ്ര, മോഹം. അതായത് നമ്മളെപ്പോഴും ഈ നമ്മുടെ മുന്നിൽ നമ്മളെ നയിക്കുന്നത് മോഹങ്ങളാണ്. ഇത്രയും കാലമായാലും ഇത്ര പ്രായമാക്കിയാലും മോഹങ്ങൾ നമ്മുടെ മുമ്പേ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ ഒന്നും അറിയാതെ മോഹങ്ങളുടെ പിന്നാലെ പായുന്നു. നമ്മുടെ ജീവിതം മുഴുവനും മോഹങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നു. 100-200 മോഹങ്ങൾ ജീവിതത്തിൽ മൊത്തം ഉണ്ടാവും. അതിൽ 10-20 നടപ്പിലാവും. ബാക്കിയൊന്നും നടപ്പിലാക്കാനൊക്കാതെ മോഹഭംഗം വന്ന് നമ്മൾ ജീവിക്കുന്നു. മോഹഭംഗം എന്ന വാക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോഹം ഇല്ലാതാവുന്നു, ഭംഗിക്ക് നടപ്പിലാവുന്നില്ല, അതാണ് മോഹഭംഗം. അങ്ങനെ മോഹഭംഗം വന്ന് നമ്മൾ ദുഃഖിതരായിട്ടാണ്, ഒരുമാതിരിപ്പെട്ട ഒരു 10-50 വയസ്സ് കഴിഞ്ഞ ആഹാരമുഖത്ത് നോക്കിയാലും ഒരു ദുഃഖഭാവമായിരിക്കും. വളരെ കുഞ്ഞു നാളിൽ കൊച്ചു കുട്ടികൾക്ക് മാത്രമാണ് സന്തോഷപ്രദമായ ഒരു മുഖമുള്ളത്. അവരെ കാണാനാണ് നമുക്കും ഒരു സന്തോഷമുള്ളത്. കൊച്ചു പിള്ളേരെ അടുത്ത് നമുക്ക് ഇരിക്കാനോ അവരുടെ അടുത്ത് ഇടപഴകാനൊക്കെ മുതിർന്നവർക്ക് താല്പര്യം കൂടുതലാണ്. അതിന് കാരണം അവരുടെ സന്തോഷമാണ്. ഈ സന്തോഷമുള്ളവരുടെ അടുത്തിരിക്കാൻ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ സന്തോഷമുള്ള ആകെ നമുക്ക് കാണാൻ പറ്റുന്നത് കൊച്ചു പിള്ളേരെ മാത്രമാണ്, കുട്ടികൾ. അത് കഴിഞ്ഞത് വളരുന്ന അനുസരിച്ച് മുഖത്തിന്റെ രൂപവും ഭാവവും മാറുന്നു. ഒരു 50 വയസ്സൊക്കെ കഴിയുന്നവരുടെ മുഖമൊന്നും ഒരു സന്തോഷവും ഒരു സമാധാനവും പൊതുവെ കാണുന്നില്ല. പിന്നെ വല്ല സിനിമാ നടന്മാരോ മറ്റുമൊക്കെ വേഷം കെട്ടിയൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അവരും വേഷമൊക്കെ മാറിപ്പോയി അവരെ മുഖമൊക്കെ നോക്കിയാൽ നമ്മൾ തന്നെ ചിലപ്പോൾ വിഷമിച്ചു പോകും. അങ്ങനെ അതൊക്കെ നമ്മളൊരു സങ്കല്പത്തിലാണ് ഈ സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ നമ്മൾ ആരാധിക്കുന്നത്. കാരണം അവർ വലിയ സന്തോഷഭരിതരാണെന്ന് നമ്മൾ സങ്കല്പിച്ച് നമ്മൾ അവരെ ആരാധിക്കുന്നു. പക്ഷെ സത്യത്തിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ മോഹങ്ങളൊന്നും നേരെ ശരിയായില്ല എന്നോ, അല്ലെങ്കിൽ ഒരു മോഹം കഴിഞ്ഞ്
അടുത്ത ആ മോഹം പൂർത്തിയായതിനു ശേഷം അതിനേക്കാൾ വലിയ മോഹം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നു, അത് നടപ്പിലാവുന്നില്ല എന്നോ ആയിരിക്കും ഒരുമാതിരി മിക്ക ആൾക്കാരുടെയും മുഖം പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന അർത്ഥത്തിൽ നമ്മുടെ മുഖത്ത് ഒരിക്കലും ഒരു ശരിയായ ചിരിയോ സന്തോഷമോ ഉണ്ടാവാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മോഹഭംഗമാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന മോഹങ്ങൾ നിറവേറപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഹങ്ങൾ ധാരാളം നമുക്ക് നിറവേറി, പക്ഷെ അതൊന്നും പോരാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മൾ അതിനേക്കാൾ വലിയ മോഹങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. നമ്മളിങ്ങനെ മോഹങ്ങളുടെ കീഴിൽപ്പെട്ട് അതിൻ്റെ അടിമയായി മാറി നമുക്കൊരു സ്വയം ഒരു ബോധമില്ലാതെ മോഹ വസ്തുവിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നു. എല്ലാ മനുഷ്യരുടെ കാര്യം ഇതാണ്. മോഹവസ്തു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗുരുസ്ഥാനം വരെ, സന്യാസിയാവുക എന്നത് വരെ ഒരു മോഹവസ്തു ആവുന്ന ആൾക്കാരുണ്ട്. ഗുരുസ്ഥാനം, ഗുരുവായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുക, അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഗുരുവായ പിന്നെ ഇവിടെ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഋഷിമാരും യോഗിമാരൊന്നും ലോകം മുഴുവനും അറിയപ്പെടാൻ നടക്കാറുമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് പറയുന്നത് ഒരു ഋഷിയെങ്കിലും ആവൂ, ഒരു യോഗിയാവൂ, അല്ലെങ്കിൽ ഒരു ഗുരുവാവൂ, അങ്ങനെയെങ്കിലും 10 പേര് അറിയട്ടെ എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുകയാണ്. അങ്ങനെ അതാവാനുള്ള ആഗ്രഹം വരെ മോഹഭംഗത്തിൽ അവസാനിക്കുന്നു. ധാരാളം ഗുരുക്കന്മാരെന്ന് ശിഷ്യന്മാര് പറയുന്നതും സ്വയം ഗുരുവെന്ന് അവകാശപ്പെടുന്നവരും എല്ലാം ജീവിതത്തിൽ പരാജയങ്ങൾക്ക് ഏറ്റുവാങ്ങുന്നു. അത് ഈ മോഹവും മോഹഭംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരെ മുഖത്തും നമുക്ക് സന്തോഷമൊന്നും കണ്ടെത്താൻ പറ്റില്ല. മോഹങ്ങൾ നമ്മളിൽ പ്രതീക്ഷ നിറയ്ക്കുന്നു. നമ്മൾ അതുകൊണ്ടാണല്ലോ സന്തോഷിച്ച് ജീവിക്കുന്നത്. നാളെ സംഭവിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കുന്നു. മോഹങ്ങൾ നമ്മളിൽ പ്രതീക്ഷകൾ നിറയ്ക്കുന്നു. അത് നിറവേറ്റാനായിട്ടുള്ള ശ്രമത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നു. അത് നമ്മളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നമുക്ക് ടെൻഷൻ, നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഉണ്ടാവുന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടിൽ നമുക്ക് നിരാശ ബാധിക്കുന്നു. അങ്ങനെ നിരാശ ബാധിക്കുന്ന നമുക്ക് നഷ്ടബോധമുണ്ടാവുന്നു. അങ്ങനെ നമ്മൾ വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങുന്നു. ആലോചിച്ച് നോക്കുക, വെറുതെ ഇരുന്ന നമ്മുടെ മനസ്സിൽ ഒരു മോഹമുണ്ടായി, ആ മോഹം നടപ്പിലാക്കാനുള്ള അതീവ ശ്രമം നടത്തുന്നു, കഠിന ശ്രമം നടത്തുന്നു. അത് പരാജയപ്പെടുമോ എന്ന് നമ്മൾ നിരന്തരം ഭയക്കുന്നു. അത് നമ്മുടെ ആശങ്കയായി മാറുന്നു. ആ ആശങ്ക നമ്മളിൽ നിരാശ നിറയ്ക്കുന്നു. ഒടുവിൽ ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഭാഗികമായി മാത്രമേ നടന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ നഷ്ടബോധമുള്ളവരായി തീരുന്നു. നമ്മൾ പരാജയപ്പെടുന്നു. നമ്മുടെ മനസ്സ് നിറയെ ദുഃഖം നിറയുന്നു. ഇത് 1, 2, 3 അല്ല, ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ നിലവിലുള്ള ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. നമ്മൾ ആരെന്ന് സ്വയം മനസ്സിലാക്കുക. നമ്മൾ ഏത് രാജ്യത്ത്, ഏത് സംസ്ഥാനത്തിൽ, ഏത് ജാതിയിൽ, അല്ലെങ്കിൽ ഏത് മതത്തിൽ, ഏത് കുടുംബത്തിൽ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമ്മുടെ മനസ്സിലെ ഈ മോഹങ്ങൾക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? നമ്മുടെ ശരിയായ അവസ്ഥ എന്ത്? നമ്മുടെ ജീവിത അവസ്ഥ എന്ത്? നമ്മുടെ കഴിവെന്ത്? നമ്മുടെ കഴിവുകേടുകൾ എന്ത്? നമ്മുടെ ചുറ്റുപാടുകൾ എന്ത്? നമ്മുടെ ബന്ധുക്കളായ ഇതെല്ലാം നമ്മളിങ്ങനെ സ്വയം ചിന്തിക്കുമ്പോൾ നമ്മൾ അമിതമായ മോഹങ്ങൾ താലോലിക്കാതെ രക്ഷപ്പെടും. നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അംഗീകരിക്കുക, നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ അംഗീകരിക്കുക. ഒരു പ്രത്യേക പ്രായം എത്തിയാലെങ്കിലും അത് ചെയ്യുക. ചെറുപ്പത്തിലൊന്നും അറിയില്ല എന്ന് വെക്കാം. 35, 40, 45, 50 ഒക്കെ ആകുമ്പോൾ ഏകദേശം മടങ്ങിപ്പോകാനുള്ള ഒരുക്കത്തിന് ആരംഭമായി. അപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കൂ, നമ്മുടെ ജീവിത സാഹചര്യത്തെ അംഗീകരിക്കൂ, നമ്മളെ അംഗീകരിക്കൂ സ്വയം. അല്ലാതെ എനിക്ക് ഈ ലോകത്ത് ചന്ദ്രനിൽ പോയിട്ട് ഞാൻ ഇനി എന്നെ അംഗീകരിക്കുള്ളൂ ഞാൻ പറയുന്നത് ശരിയല്ല. എനിക്ക് ബഹിരാകാശത്ത് യാത്ര പോയിട്ട് വന്നാൽ ഞാൻ എന്നെ അംഗീകരിക്കാം എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കൂ. മോഹനിദ്രകളിൽ ഏർപ്പെടാതിരിക്കൂ. ദിവാസ്വപ്നങ്ങളിൽ നിന്നും താഴെ ഇറങ്ങാൻ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അംഗീകരിക്കൂ, സ്വയം അംഗീകരിക്കൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ശാന്തിയും സന്തോഷവും കണ്ടെത്തൂ. അത് ചെയ്യാതെ ഭാവിയിൽ
എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് സങ്കല്പിച്ച് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷം നിറയും എന്ന് കരുതി നമ്മൾ മനസ്സുകൊണ്ട് ദിവാസ്വപ്നം കാണുന്നതിനെയാണ് മോഹങ്ങൾ എന്ന് വിളിക്കുന്നത്.